പപ്പായ വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാലോ. അതിന് വേണ്ടിയിട്ടാ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പപ്പായ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ളൊരു മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പപ്പായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ ഒരു സമയത്ത് പപ്പായയിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആ അരപ്പൊക്കെ ആ പപ്പായയിൽ നന്നായി സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതാ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലിഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി പപ്പായൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായ കറി വെച്ചാൽ കൂട്ടാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ കഴിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും പപ്പായ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.